ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർപ്പൂവിൻ്റെ വരാൻ പോകുന്ന നല്ലൊരു കലക്കൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു രംഗമാണ് ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്താവുന്നത്. ഈ സത്യങ്ങളെല്ലാം രേവതിയിൽ കൂടെ തന്നെയാണ് കേട്ടോ വെളിവാവുന്നത്. അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ തന്നെയും പറയാൻ പോകുന്നുണ്ട്. ഒരു ലൈക്ക് കൊടുത്തിട്ട് വീഡിയോ കാണാൻ മറക്കല്ലേ. നമുക്കറിയാം ശ്രുതി കുറേ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞൊപ്പിച്ചിട്ടാണ് ശ്രുതിയെ വിവാഹം കഴിച്ചിരിക്കുന്നത്. താനൊരു കല്യാണം ഓൾറെഡി കഴിച്ചതാണെന്നും അതിലൊരു കുഞ്ഞ് തനിക്കുണ്ടെന്നും ആ ഒരു വലിയ സത്യമാണ് ശ്രുതി മറച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സത്യങ്ങളെല്ലാം നമ്മുടെ രേവതി ഇനി അറിയാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ശ്രുതിക്ക് വീണ്ടും ഒരു വിശേഷം ഉണ്ടാവുകയാണ്. അതിൻ്റെ സിംറ്റം എന്ന നിലയിൽ ശ്രുതി തലകറങ്ങി വീഴുന്നതോ രേവതിയുടെ മുമ്പിലും. വേറെ ആരും വീട്ടിലില്ലാതിരുന്ന ഒരു സമയത്താണ് കേട്ടോ ശ്രുതിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ രേവതി തന്നെ ശ്രുതിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ശ്രുതിയെ ഹോസ്പിറ്റലിൽ എത്തിച്ച് എന്താണ് ശ്രുതിക്ക് സംഭവിച്ചതെന്നറിയാതെ ആകെ വിഷമിച്ച് നമ്മുടെ രേവതി കാര്യങ്ങളൊക്കെ ഡോക്ടറോട് പറയുകയാണ്. പെട്ടെന്ന് തലകറങ്ങി വീണതാണെന്നും എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയാൻ പാടില്ലെന്നും എൻ്റെ ഏട്ടത്തെയാണ് ശ്രുതി എന്നുള്ള കാര്യങ്ങളെല്ലാം രേവതി ഡോക്ടർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഡോക്ടറാണെങ്കിൽ വൈകാതെ തന്നെ ശ്രുതിയെ പരിശോധിച്ച് തുടങ്ങുന്നുണ്ട്. പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ ശ്രുതിയെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാനാണ് സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഗൈനക്കോളജി വിഭാഗത്തിലേക്ക് ശ്രുതിയെ കൊണ്ടുപോകണം കേട്ടോ. അത് കാണുമ്പോൾ തന്നെ രേവതിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയാണ്. ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ശ്രുതി ഗർഭിണി ആയിരിക്കണം. എന്തായാലും ആ ഒരു സന്തോഷ വാർത്ത തന്നെയാണ് താൻ ഇനി കേൾക്കാൻ പോകുന്നത്. ഏതായാലും ദൈവം കാത്തു. വേറെ കുഴപ്പമൊന്നും അല്ലല്ലോ ശ്രുതിക്ക്. ഈ വിവരം വീട്ടിലെല്ലാവരും അറിയുമ്പോൾ അവർക്കൊക്കെ ഒരുപാട് സന്തോഷമാവുമല്ലോ എന്നൊക്കെ ഓർത്ത് രേവതിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് തോന്നുന്നത്. പിന്നീട് സച്ചിയെ വിളിക്കുന്നുണ്ട് രേവതി. സച്ചിയാണെങ്കിൽ ആ സമയത്ത് ഒരു ട്രിപ്പിലായിരുന്നു. പക്ഷേ രേവതി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് അറിയിക്കുമ്പോൾ രേവതി ഒറ്റയ്ക്കാണല്ലോ എന്ന് ഓർത്ത് സച്ചി ഓടിപ്പാഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിച്ചേരുന്നുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പെട്ടെന്ന് തലകറങ്ങി വീണെന്നും ഞാനത് കണ്ട് പേടിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള കാര്യമെല്ലാം രേവതി സച്ചിയെ അറിയിക്കുന്നുണ്ട്. പക്ഷേ പേടിക്കാനൊന്നുമില്ലെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മുടെ കുടുംബത്തിലെ നല്ലൊരു വിശേഷം തന്നെയാണ് വരാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞാവ് വരാൻ പോകുന്നു. അതിൻ്റെ സൂചനയായിട്ടാണ് ശ്രുതി തലകറങ്ങി വീണതെന്നെല്ലാം രേവതി പറയാണ് സച്ചിയോട്. സച്ചിയാണെങ്കിൽ ഇത് കേട്ടിട്ടും ആ ഫ്രോഡിന് കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അയ്യോ സച്ചിയേട്ട അങ്ങനെയൊന്നും പറയല്ലേ. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ ഏട്ടൻ്റെ ഭാര്യയല്ലേ ശ്രുതി. പിന്നെ ഒരേട്ടൻ, അവനും വേറൊരു ഫ്രോഡല്ലേ. ഫ്രോഡിനും ഉണ്ടാകുന്ന കുഞ്ഞ് എന്തായാലും ഫ്രോഡ് തന്നെ ആയിരിക്കും എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുമ്പോൾ രേവതിക്ക് അത് കേട്ട് വിഷമമാകുന്നുണ്ട്. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെക്കുറിച്ച് അങ്ങനെയൊന്നും പറയില്ലേ എന്ന് സച്ചിയോട് പറഞ്ഞു കൊടുക്കുകയാണ് രേവതി. എന്നാൽ സച്ചി അടങ്ങുന്നില്ല. ഫ്രോഡെന്ന് പറയാൻ പാടില്ലെന്നോ. നിനക്ക് ആ ശ്രുതിയെപ്പറ്റി ഒന്നും അറിയാഞ്ഞിട്ടാണ് രേവതി നീ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത്. ആ ശ്രുതിയെ അവളൊരു പക്ക ഫ്രോഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവളുടെ പേരിൽ തുടങ്ങിയിരിക്കുന്ന ആ ബ്യൂട്ടി പാർലർ ഉണ്ടല്ലോ, അതൊന്നും ഇപ്പം ഇല്ല. അതുമാത്രമല്ല, ഇതിൻ്റെ ഇടയിൽ പല ഉടായ്പകളും ശ്രുതിയും കൂടെ ചെയ്യുന്നുണ്ട്. രേവതിയാണെങ്കിൽ ഇതെല്ലാം പറഞ്ഞു കേട്ടിട്ടും അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. എന്തായാലും അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും ഡോക്ടറെ കാണാൻ ചെല്ലാൻ പറഞ്ഞ് നേഴ്സ് വന്ന് വിളിക്കുകയാണ്. ഡോക്ടർ അവരോടായിട്ട് നിങ്ങൾ ആരാണെന്നാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഏട്ടൻ്റെ വൈഫാണ് ശ്രുതിയെന്നും ആരുമില്ലാത്ത സമയത്ത് തലകറങ്ങി വീണതുകൊണ്ട് ഞാനാണ് ശ്രുതിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നും ഹസ്ബൻഡ് ജോലിക്ക് പോയിരിക്കുകയാണ്, അതാണ് ഞാൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ. അത് കേൾക്കുന്നതും ഡോക്ടർ പറയാണ്, അങ്ങനെയാണല്ലേ. അല്ല, മൂത്ത കുട്ടി ഉണ്ടായിട്ട് എത്ര നാളായി എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അത് കേട്ട് ശരിക്കും ഞെട്ടിപ്പോവുകയാണ് സച്ചിയും രേവതിയും. എന്ത് മൂത്ത കുട്ടിയോ എന്ന് രേവതി ഇങ്ങനെ അന്തം വിട്ടുകൊണ്ട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയാണ്, അത് തന്നെ, ഇത് സെക്കൻഡ് പ്രഗ്നൻസി ആണല്ലോ. ആ കുട്ടിക്ക് എത്ര ഗ്യാപ്പുണ്ട്? ആ കുട്ടിക്ക് വേറെ കോംപ്ലിക്കേഷനോ അല്ലെങ്കിൽ ആ ഡെലിവറിയിൽ വല്ല കോംപ്ലിക്കേഷനോ വല്ലതും ഉണ്ടായിരുന്നോ എന്നിങ്ങനെയെല്ലാം ഡോക്ടർ തിരക്കുന്നത് കേട്ടിട്ട് രേവതി പറയുന്നുണ്ട്, ഡോക്ടർ എന്തൊക്കെയായി പറയുന്നത്? ഏട്ടത്തിക്ക് വേറെ കുട്ടികളൊന്നുമില്ല. ജനിക്കാൻ പോകുന്നത് ആദ്യത്തെ കുഞ്ഞാണ്. എന്നാൽ അതല്ലെന്നും ഇത് ശ്രുതിയുടെ ഫസ്റ്റ് ഡെലിവറി അല്ലെന്നും ഡോക്ടർ സ്ഥാപിക്കുകയാണ് കേട്ടോ അവരുടെ മുമ്പിൽ. ഇതിനു മുമ്പ് ശ്രുതിയുടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെന്ന് ഡോക്ടർ തറപ്പിച്ച് പറയുന്നത് കേട്ട് സച്ചിക്കും രേവതിക്കും ശരിക്കും ഷോക്കാവുന്നുണ്ട് ആ വാർത്ത. ശ്രുതിയാണെങ്കിൽ ഒബ്സർവേഷനിലേക്ക് എടുത്തിരിക്കുകയായിരുന്നു. പതിയെ ബോധം ഉണരുന്നുണ്ട് ശ്രുതി. അപ്പോഴേക്കും ഡോക്ടർ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് സച്ചിയും രേവതിയും അവിടെ നിൽക്കുമ്പോൾ തന്നെ ചോദിക്കുകയാണ്, മിസ്സസ് ശ്രുതിയുടെ ഇത് സെക്കൻഡ് ഡെലിവറി ആണോ എന്ന്. ശ്രുതിയാണെങ്കിൽ ഈ ചോദ്യം കേട്ട് ശരിക്കും നടുങ്ങുന്നുണ്ട്. എന്ത് പറയണമെന്നറിയാതെ ശരിക്കും സ്റ്റക്കായി പോവുകയാണ് അവിടെ വെച്ചിട്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അല്ല, ഇവരെന്നോട് പറഞ്ഞു ശ്രുതിയുടെ ഫസ്റ്റ് ഡെലിവറി ആണെന്ന്. പക്ഷേ ശ്രുതിയെ പരിശോധിച്ചപ്പോൾ മനസ്സിലായി അതങ്ങനെയല്ലെന്ന്. അതിരിക്കട്ടെ, ശ്രുതി തന്നെ പറ, ഫസ്റ്റ് ഉണ്ടായ കുട്ടിക്ക് ഇപ്പം എത്ര വയസ്സുണ്ട്?
ഈ 2 ഡെലിവറി തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് എന്നിങ്ങനെ. ശ്രുതിയാണെങ്കിൽ അപ്പോഴും എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അല്ല ചോദിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഒരു ചെറിയ കോംപ്ലിക്കേഷൻ ഈ ഒരു പ്രഗ്നൻസിയിലും കാണുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഞങ്ങൾക്ക് ആദ്യത്തെ പ്രഗ്നൻസിയെക്കുറിച്ച് അറിയേണ്ടതുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്നാൽ ശ്രുതിയാണെങ്കിലും സത്യം പറയാൻ തയ്യാറാവുന്നില്ല കേട്ടോ. എനിക്കിതിനു മുമ്പ് കുഞ്ഞുങ്ങളൊന്നും ഇല്ലെന്നും ജനിക്കാൻ പോകുന്നത് എൻ്റെ ആദ്യത്തെ കുഞ്ഞാണെന്നും പറയുകയാണ് ശ്രുതി ഡോക്ടറോട്. പക്ഷേ ഡോക്ടർക്ക് അത് കേട്ട് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ ആരെയാണ് ഫൂളാക്കാൻ നോക്കുന്നതെന്ന് ഡോക്ടർ തുറന്നടിച്ച് ചോദിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ ശരിക്കും പെട്ടുപോകുന്നുണ്ട്. രേവതിയും സച്ചിയുമാണെങ്കിൽ ഇതൊക്കെ കണ്ടും കേട്ടും ആകെ അന്തം വിട്ട് നിൽക്കുന്ന അവസ്ഥയിലായി പോകുന്നു. അപ്പോൾ അവരോട് ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് പുറത്തേക്ക് പോകാൻ. അങ്ങനെ അവർ രണ്ടുപേരും പുറത്തേക്ക് പോയി കഴിയുമ്പോഴാണ് ശ്രുതി സത്യങ്ങളെല്ലാം ഡോക്ടറോട് തുറന്നു പറയാൻ തയ്യാറാവുന്നത്. ഇനി ജനിക്കാൻ പോകുന്ന കുട്ടി എൻ്റെ 2ാമത്തെ കുഞ്ഞാണെന്നുള്ള സത്യം ശ്രുതി അങ്ങനെ ഡോക്ടറോട് തുറന്നു പറയുന്നത് സച്ചിയും രേവതിയും പുറത്തു നിന്നിട്ടാണെങ്കിൽ പോലും കേട്ടുപോകുന്നുണ്ട്. ശ്രുതിയെ വലിച്ചു കീറാനുള്ള ദേഷ്യം തോന്നുകയാണ് കേട്ടോ രണ്ടുപേർക്കും ആ സമയം. അപ്പോൾ എത്രത്തോളം ചതിയാണ് ഇവൾ നമ്മുടെ കുടുംബത്തോട് ചെയ്തിരിക്കുന്നത്, എന്തെല്ലാം കള്ളങ്ങൾ പറഞ്ഞിട്ടാണ് ഇവളവിടെ കയറിപ്പറ്റിയത് എന്നൊക്കെ ചിന്തിച്ചു പോവുകയാണ് സച്ചിയും രേവതിയും. ആദ്യം സ്വന്തമായിട്ടൊരു ബ്യൂട്ടി പാർലർ ഉണ്ടെന്ന് പറഞ്ഞു, അത് നുണയാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. അതിനുശേഷം തൻ്റെ ഇളയച്ചനാണെന്ന് പറഞ്ഞ് ഒരാളെ വേഷം കെട്ടിച്ചുകൊണ്ട് വന്നു. അച്ഛൻ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് എല്ലാവരെയും പറ്റിച്ചു. ഇതെല്ലാം കള്ളത്തരമാണെന്ന് താൻ തന്നെ അവസാനം തെളിയിക്കുകയും ചെയ്തു. പക്ഷെ ഇതും കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും അവളെ വലിച്ചു കീറാനാണ് സച്ചിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പുറത്തേക്ക് വരുന്നുണ്ട്. നല്ല ഗൗരവത്തിലൊക്കെയാണ് ശ്രുതി ഇറങ്ങി വരുന്നത്. സച്ചിയും രേവതിയും ശ്രുതിയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഡോക്ടർ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇനി മുതൽ ശ്രുതിയെ പ്രത്യേകം കെയർ ചെയ്യണമെന്നും ശ്രുതിയുടെ ഹസ്ബൻഡുമായിട്ട് നാളെ വരാൻ ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത ദിവസം കാണാമെന്നും പറഞ്ഞ് ഡോക്ടർ പോവുകയും ചെയ്യുന്നു. രേവതി കാരണമാണ് ഇപ്പോൾ ശ്രുതിയുടെ ജീവൻ പോലും രക്ഷപ്പെട്ടതെന്നുള്ള രീതിയിലൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടും കൂടെയാണ് പോകുന്നത്. അതിനുശേഷം സച്ചിയും രേവതിയും ശ്രുതിയും കൂടെ പോകാനായിട്ട് ഭാവിക്കുമ്പോൾ ശ്രുതി ആദ്യം തന്നെ കാറിനുള്ളിലേക്ക് കയറാൻ തുടങ്ങുന്നതും രേവതി ശ്രുതിയെ തടഞ്ഞു നിർത്തുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇത്രയും നാൾ നീ കള്ളം പറഞ്ഞതായിരുന്നു അല്ലേ, ഇത്രയും വലിയ വഞ്ചന കാണിച്ചിട്ടാണല്ലേ നീ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കയറി വന്നത് എന്നിങ്ങനെ രേവതി ചോദിക്കുന്നത് കേട്ട് ശ്രുതി ആകെ പേടിച്ചു പോകുന്നു. ഡോക്ടർക്ക് അതൊരു അബദ്ധം പറ്റിയതാണെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും സച്ചിക്കും രേവതിക്കും അത് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. കാരണം ശ്രുതി സത്യങ്ങളെല്ലാം ഡോക്ടറോട് തുറന്നു പറയുന്നത് രണ്ടുപേരും കേട്ടതാണ്. സച്ചി പറയുന്നുണ്ട് രേവതിയോട്, നീ എന്തിനാ രേവതി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, ഇവളോടൊന്നും ഇങ്ങനെയല്ല ചോദിക്കേണ്ടത്, 2 അവളുടെ കരണത്ത് കൊടുത്തിട്ട് വേണം ചോദിക്കാൻ, അപ്പോഴേ ഇവള് സത്യങ്ങളെല്ലാം മണി പോലെ തുറന്നു പറയൂ. എന്നാൽ രേവതി പറയും, അതൊന്നും വേണ്ട സച്ചിയേട്ടാ, ഇപ്പോൾ ശ്രുതിയുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്, നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. സച്ചി വാശിയിൽ തന്നെയാണ് ഇതങ്ങനെ വിട്ടുകളയുന്ന പ്രശ്നമില്ലെന്നും ഇവളെ കൊണ്ട് തന്നെ സത്യം തുറന്നു പറയിപ്പിക്കുമെന്നും സച്ചി തീരുമാനമെടുത്തുകൊണ്ട് എവിടെയാടി നിന്റെ ആദ്യത്തെ കുഞ്ഞെന്ന് ചോദിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലായി പോകുന്നു. എന്തൊക്കെയോ കള്ളങ്ങൾ വീണ്ടും തട്ടിവിടാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ രേവതി പറയുന്നുണ്ട്, വേണ്ട ശ്രുതി, ഇനി നീ ഒരു കള്ളവും ഉണ്ടാക്കി പറയാൻ നോക്കണ്ട, സത്യം മാത്രം പറയാമെങ്കിൽ നീ വാ തുറന്നാൽ മതി, ഇല്ലെങ്കിലേ അമ്മയോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും, ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം വീട്ടിൽ ഞാൻ അവതരിപ്പിക്കും, ഇനിയും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, നീ പ്രസവിച്ച കുഞ്ഞിനെ നീ ഏത് തെരുവിലാടി ഉപേക്ഷിച്ചത്, അങ്ങനെയെല്ലാം രേവതി ചോദിക്കുന്നത് കേട്ട് ശ്രുതി ആകെ ഞെട്ടിത്തരിച്ചു നിൽക്കുന്നു. പിന്നീട് അങ്ങോട്ട് പൊട്ടിക്കരയുകയാണ് കേട്ടോ ശ്രുതി. എന്നിട്ട് അവരോട് പറയാണ്, ഞാൻ എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല, എൻ്റെ കുഞ്ഞ് ജീവനോടെ തന്നെ ഉണ്ടെന്നും എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് തുറന്നു പറയാമെന്നും അതിനെനിക്കൊരു സാവകാശം തരണമെന്നും ശ്രുതി അവരോട് അപേക്ഷിക്കുകയാണ് കേട്ടോ. നിങ്ങൾ തൽക്കാലം ആരോടും ഇക്കാര്യങ്ങളൊന്നും പറയരുതെന്ന് ശ്രുതി യാചിക്കുമ്പോൾ തൽക്കാലം സച്ചിയും രേവതിയാണെങ്കിലും ഇതൊന്നും തങ്ങൾ ആരോടും പറയില്ലെന്ന് ശ്രുതിക്ക് വാക്ക് കൊടുക്കുകയാണ്. പക്ഷേ ശ്രുതിയുടെ ആദ്യത്തെ കുഞ്ഞിനെ പറ്റിയുള്ള വിവരങ്ങൾ തങ്ങൾക്ക് തരണമെന്ന് അവർ ആവശ്യപ്പെടുമ്പോൾ ശ്രുതി അതിന് സമ്മതിക്കുന്നു.